മുടി കെട്ടാനും സമ്മതിക്കില്ലല്ലോ. എനിക്ക് വേണം ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും. എന്നതാ എന്നതാ വെച്ചെടുക്കുന്നത്? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്കിതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയല്ല. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിക്ക. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് 3-4 പ്രസവിച്ചു നോക്കൂ, ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ, ഇതൊന്നും നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്നൊന്ന് കഴിക്കും. വെള്ളം കുടിക്കും. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ഞാനെന്തൊരു പട്ടി കിടക്കണം? വേണ്ടാത്ര കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ, എന്നെ പുറകെ വിളിക്കരുത്. എന്താ കുഞ്ഞെ, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, കാർത്തിനിമ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ താഴേന്ന് കഴിച്ചു. ശ്രീ, എന്റെ ശ്രീകുട്ടിയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തുപോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിയാൻ. ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല. ചിരിച്ചേ, ചിരിക്കാൻ. ഞാൻ പറയും ചിരി. എന്നതാ റോയിച്ചന്റെ ഉദ്ദേശം? അന്ന് രാജേട്ടനോടൊപ്പം കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ, പിന്നെ അത് തന്നെ ആവർത്തിക്കാന്ന് വെച്ചാ? നീ അതിനെത്ര ചൂടാകുന്നെന്തിനാ? അയാളെന്താ കൊച്ചുകുട്ടിയെ പറ്റുവാന്ന്? ഇതുവരെ കുടിക്കാതിരുന്ന ആളാ ഇപ്പൊ റോയിച്ച് നിർബന്ധിച്ച് അയാളെ കുടിപ്പിക്കുന്നത്. എനിക്ക് കാണാൻ മേല ശ്രീദേവിയുടെ സങ്കടവും കരച്ചിലും. ഇവിടെ മാത്രം കേട്ടാ മതി. എല്ലാരും കേക്കട്ടെ, ഞാൻ പറയും. ഇവിടുന്ന് താമസം മാറുന്ന നല്ലത്. നമ്മൾ കാരണം അവരെ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഞാൻ നിന്നോടാ പറഞ്ഞു നിർത്താൻ. ഇനി ഇവിടെ സംസാരിക്കണ്ട, ഇറങ്ങും. എങ്ങോട്ടാ? ഓ, ഇനി പോകുന്ന സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളായിരിക്കും. വരാൻ. എന്നതാ കുഞ്ഞു, എങ്ങോട്ടാ? എന്താ കത്തിനും ചേർത്തി രണ്ടും കൂടെ പിണങ്ങിയോ? ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. രണ്ടുപേരും കൂടിയുള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഇനി അവിടെയാ നിങ്ങളുടെ കല്യാണം പറയാതിരിക്കുക. നീയും കിടന്ന് തുള്ളണ്ട, നീയും തെറ്റിപ്പോയി. നിങ്ങളാരാ കത്രീന പുണ്യാളത്തിയോ പ്രവചിക്കാൻ? ഒന്ന് പോതല്ലേ. നിന്റെ അമ്മയ്ക്ക് വിളിക്കരുത് കേട്ടോ. എന്റെ അമ്മയ്ക്ക് വിളിച്ചാല് വരച്ചു വരെ നിർത്തിയോളാ ഈ കത്രീന. വരച്ചത് വരച്ച് കാണോ? വേണ്ട വേണ്ട, അറിയണോ? എന്റെ ഗുരുവായൂരപ്പാ, ഇത് ചാകത്തുമില്ലേ?
ഒരു റൂം വേണം. AC വേണോ നോൺ AC വേണോ? AC തന്നെ ആയിക്കോട്ടെ. 1 മണിക്കൂറത്തേക്ക് മതി. ശരി സാർ. വാ. സാർ വൈഫാണ്ട് ഇവിടെ താമസിക്കുന്നത്? വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും. ഹണിമൂൺ ടൈമല്ലേ, ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കും. കേറ്. ഇനി പറഞ്ഞു. ആഹാ, ഇതിനാന്നോ ഹോട്ടലിൽ റൂം എടുത്തേ? ഇവിടെ ആവുമ്പോ നിന്റെ പ്രസംഗം ആരും കേൾക്കില്ലല്ലോ. എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പറയുന്നതന്നെ റോയിച്ചിന് കുറ്റം. റോയിച്ചൻ കാണിക്കുന്നതിനൊന്നുമില്ല. അടുത്തടുത്ത വീട് താമസിക്കുമ്പോഴേ ആദ്യം ഡിസിപ്ലിൻ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പഠിക്കണം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്നാ ചെയ്യുന്ന നീ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറിയോ? എടീ, കുടിക്കാത്തവൻ എത്ര നിർബന്ധിച്ചാലും കുടിക്കുകയല്ല. ഞാൻ കുടിക്കുന്നതിലല്ല പ്രശ്നം, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് കുടിക്കുന്നതില്ല പ്രശ്നം. അതന്നെ റോയിച്ചൻ എങ്ങനെ പറഞ്ഞേ? അത് ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നീ എന്തുദ്ദേശത്തിലാണ് നീ പറഞ്ഞത്? എനിക്കറിയാം. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേൾക്കണം. രണ്ട് ഐസ്ക്രീം. നീ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടരുത്. റോയിച്ചൻ ഇനി അയാളെ കുടിപ്പിക്കരുത് പ്ലീസ്. ഇല്ല, ഞാൻ ഇനി അയാളെ വിളിക്കാൻ പോവുകയല്ല. പക്ഷെ അയാൾ എന്നെ നിർബന്ധിക്കരുത്. അതുണ്ടാവാൻ പോകുന്നില്ല. എഗ്രീഡ്? എഗ്രീഡ്. അയാള് കുടിക്കുകയില്ലെന്ന് എന്നാ ഉറപ്പല്ല നീ എഗ്രി ചെയ്യുന്നത്? ഞാൻ ശ്രീദേവി കൊണ്ട് പറയിപ്പിക്കാന്നേ. വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ? അവന്മാർ എന്നാ വിചാരിച്ചാണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തത്? റോയിച്ചാ, ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാണ്. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നതാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചൻ ഉണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ എം ഫ്രം കോട്ടയം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. AC ഇല്ലേ? എങ്ങനെ AC ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. റോയിച്ചാ, ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ. കുവൈറ്റിലായിരുന്നു, അവിടുന്ന് തല്ലി പറഞ്ഞേക്കാ. നോ ബുച്ചർ, ഐ എം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരനൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചു തരാം.
ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ 1 ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. ഞങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഓ ഡ്രൈവറാണല്ലേ? പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ.